ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രണ്ടിൽ ടൈ വരുന്ന സിംഗിൾ പീസ് അംബർല ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിവിടെ 1.25 മീറ്റർ ക്ലോത്താണ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് നമ്മളിന്ന് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്ലോത്തിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മടക്കായിട്ട് വരുന്ന സൈഡാണ്. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡിൽ നിന്ന് ഈ ഒരു സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് ക്രോസ് ആയിട്ട് മറു സൈഡിലോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ക്രോസ് ആയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന സൈഡ് നമ്മുടെ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഷോൾഡർ 4.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നേ നോക്കാം എവിടെയാണോ നമുക്ക് 4.5 ഇഞ്ച് കിട്ടുന്നതെന്ന്. അപ്പോൾ 4.5 ഇഞ്ചും 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്ന സ്ഥലം എത്തുമ്പോഴാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അവിടെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അവിടെ 4.5 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ പോയിന്റിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ 4.5 ഇഞ്ച് തന്നെ ഞാൻ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ല, ആ ഒരു ലൈനിൽ തന്നെ ചെസ്റ്റ് വിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആം ഹോൾ അവിടെ കുഴിച്ചു ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം തന്നെയാണ് എടുക്കുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത സെയിം അളവ് തന്നെയാണ് വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്യുന്നത്. കാരണം നമുക്കവിടെ കെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് അളവ് തന്നെ മുകളിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത സെയിം അളവ് തന്നെ വേസ്റ്റിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ 2 പോയിന്റ് ഞാൻ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ ടേപ്പ് വെച്ചിട്ട് ഞാനിവിടെ ടോട്ടൽ ലെങ്ത് 20 ഇഞ്ചാണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടേപ്പ് ഏറ്റവും മുകളിൽ കോണായിട്ട് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 28 ഇഞ്ച് കിട്ടുന്നുണ്ട്. ആ 28 ഇഞ്ച് താഴെ മാത്രം ടേപ്പ് ഇതുപോലെ നീക്കി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ ടേപ്പ് നീക്കരുത്, താഴെ മാത്രം ഇതേപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ താഴ്ഭാഗം കിട്ടും. 2 സൈഡും ഒക്കെ തൂങ്ങിപ്പോകാത്ത രീതിയിൽ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ചരിച്ച് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതിപ്പോൾ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ബാക്കിലത്തേക്ക് നമുക്ക് ഹുക്ക് വയ്ക്കാൻ വേണ്ടി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എടുത്ത പീസ് 2ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം സെൻറ്ററിൽ നിന്നും 3.5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത ശേഷം കറക്റ്റ് ആ സെൻറ്ററിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേസ്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ക്ലോത്തില്ലേ, അത് ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ഇതിലോട്ട് വെച്ച് കൊടുത്ത ശേഷം ആ ഒരു ഷേപ്പ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് തന്നെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലോത്ത് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് കറക്റ്റായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കി കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതും കൂടെ ഇതിൽ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഏതുവരെയാണ് കട്ടുള്ളതെന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇതേപോലെ കണ്ടോ, ആ ഏതുവരെയാണോ കട്ടുള്ളത് അതിൽ നിന്നും 1 ഇഞ്ച് താഴത്തായിട്ട് നീക്കി മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് കറക്റ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിലത്തേക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തു.
ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസിൻ്റെ നല്ല സൈഡുകളാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെയും നല്ല സൈഡ് തന്നെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്ന് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഏതുവരെയാണോ കട്ട് ചെയ്ത് കൊടുത്തത് അതുവരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കി നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലത്തേക്ക് എക്സ്ട്രാ വെച്ച പീസില്ലേ, അതിൽ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറക്കി കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതൊന്ന് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഭാഗമൊക്കെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ പീസിലും കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം എടുക്കാം. ബാക്ക് വശം എടുത്ത ശേഷം നമ്മൾ ഈ എക്സ്ട്രാ വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസ് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം. ഈ കോണായിട്ട് വരുന്ന ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ കോണായിട്ട് വരുന്ന ഭാഗത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അത്രയും ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുമ്പോൾ ഈ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം എത്തൂലേ, അവിടെ ഇതേപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ അത് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറു സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പീസുകളെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ജോയിൻറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് രണ്ടിൻ്റെ അരികൾ ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും അതിൻ്റെ അരികൾ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ജസ്റ്റ് ഇടയ്ക്ക് ഓരോ കട്ടും കൂടെ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഇത് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഞാൻ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഈ വേസ്റ്റിൻ്റെ ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് വേസ്റ്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡും ജോയിൻറ്റ് ചെയ്ത ശേഷം നമുക്ക് താഴ്ഭാഗം ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2 സൈഡും ജോയിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ താഴ്ഭാഗവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് കെട്ട് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതേപോലെ ഒരു പീസ് ക്ലോത്ത് വേണം. ഇതിൻ്റെ വീതി 2 ഇഞ്ചാണ്. നീളം എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് വിട്ടില്ലേ, ഈ ഒരു സൈഡും അതുപോലെ മറു സൈഡും ഉണ്ട്, അതിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഈ പീസിൻ്റെ 2 സൈഡും 1/4 ഇഞ്ച് വീതം ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ 1/4 ഇഞ്ച് വീതം ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ അയൺ ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും 1/4 ഇഞ്ച് വീതം ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുത്തു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സിനെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് സൈഡിലുള്ള സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് ബാക്കി 8 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 2 സൈഡും യോജിപ്പിച്ച് സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് മാർക്ക് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് അളവ് കിട്ടും നമ്മൾ അളന്നാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇതേപോലെ അതിനെ ബാക്കിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റും യോജിപ്പിച്ച് വരച്ചെടുത്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതിൽ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗം വി ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നല്ല രീതിയിൽ വി ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്, സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ സെൻറ്ററിൽ നിന്നും 1/2 ഇഞ്ച് നീക്കിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പീസിനെ നിവർത്തിയിടണം. കണ്ടോ, ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കി വെച്ച് ആദ്യം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് മറു സൈഡും ഇതേപോലെ ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് നീങ്ങി വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ അരിക് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട് വയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് നീക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഈ പീസ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ 2 സൈഡും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് അയൺ ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. കണ്ടോ, നമ്മൾ ഫോൾഡ് ചെയ്തൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ആ ലൈനിൻ്റെ പുറത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി. ഇതുപോലെ മറു സൈഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറക്റ്റ് മറു സൈഡ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്ന് 1/2 ഇഞ്ച് നീക്കി വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന പീസിന് ഒരു ചുളിവോ ഒന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ പുറത്തുകൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ നന്നായിട്ടൊന്ന് ലോക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കെട്ട് വെച്ച് കൊടുക്കണം. കെട്ട് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഡോറ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/4 ഇഞ്ച് വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ കടത്തി മറു സൈഡിൽ കൂടെ എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫ്ലവറിന് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. അതാണ് ഞാൻ യെല്ലോ കളറ് ഡോറി എടുത്തത്. പക്ഷേ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ കളറ് വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ല. നമുക്കിതുപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി മറു സൈഡിൽ കൂടെ എടുക്കാം. ഇനി ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്ത ശേഷം കുട്ടികളുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് ഇത് നന്നായിട്ട് വലിച്ചൊന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പം കറക്റ്റ് നല്ല ബോഡി ഷേപ്പിൽ തന്നെ ഇരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് ഈ കെട്ടും കൂടെ കെട്ടി കഴിയുമ്പോൾ കറക്റ്റ് താഴ്ഭാഗമൊക്കെ നല്ല ഫ്ലെയറായിട്ട് എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ കിടക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.